ആവശ്യം പറയുന്നുള്ള നാറി. നിങ്ങൾ എന്തൊന്നും കാണിക്കണേ? ഇക്കവിടെ മാറിയ ഇവനൊന്നും വെറുതെ വിട്ടൂടാ. സൂസു, ഞാൻ കണ്ടതാടാ അത്. അല്ലെങ്കിൽ നീ പോയി ഒന്ന് അന്വേഷിച്ചു. നീ എന്റെ കൺമുമ്പ് ഇത് പൊക്കോ. വെറുതെ അവന്റെ മെക്കെട്ടാറല്ലടാ. ഇക്ക ഇവൻ നമ്മുടെ കുടുംബത്തിൽ താരടിച്ച് കാണിക്കാൻ നടക്കുന്നവനാ. എന്താ നജുമ, എന്താ കാര്യം? എന്റെ പൊന്നിക്ക, ഞാൻ കണ്ട കാര്യം പറഞ്ഞുപോയി, അതിനാണ് ഈ കാണിക്കുന്നത്. അതി നിർത്തേ, അവൻ ചെയ്ത തെറ്റെന്താ? അവൻ പറയാ എന്റെ മോൻ കഞ്ചാവാണെന്ന്, അവൻ പൊടി വലിക്കുമെന്ന്, നമ്മുടെ കുടുംബം കുട്ടിച്ചോറാക്കുമെന്ന്. കൊല്ലണ്ടേക്ക് അവന്. എന്റെ പൊന്നു സൂസു, ഞാൻ ഉള്ളതാ പറഞ്ഞത്, എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ പറഞ്ഞത്. നിന്റെ മോനായതുകൊണ്ടല്ലേ ഞാൻ വന്ന് നിന്റെ അടുത്ത് കാര്യം പറഞ്ഞു. എടാ, നിന്നെ പോലെയുള്ളവർക്ക് ഇപ്പോഴത്തെ പിള്ളേരെ കാണുമ്പോൾ കുറച്ച് ചൊറിച്ചിലാ. അവന്മാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. ഒരുമാതിരി തന്ത വൈബ്. ഇതൊക്കെയായിട്ട് എന്റെ കുടുംബത്തേക്ക് കയറി വന്നാണ്ടല്ലോ പന്നമോനെ, നിന്റെ തലയാൻ തല്ലി പൊളിച്ച ഞങ്ങളി. മതിയാടാ, നിർത്തേ. അവൻ പറഞ്ഞത് സത്യാ. നിന്റെ മോൻ കഞ്ചാവാ. കഞ്ചാവ് മാത്രമല്ല, MDMA ഉണ്ട്. നിന്നോട് ഞാൻ എങ്ങനെ പറയുന്ന ഓർത്ത് വിഷമിച്ചിരിക്കാറുള്ളൂ. അവൻ പറഞ്ഞത് സത്യമാണ്. നിനക്ക് എന്നെ വിശ്വാസമല്ലേ? എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല. ഇതാ നമ്മുടെ കാരണന്മാരുടെ കുഴപ്പം. നമ്മുടെ മക്കളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. എടാ, അവൻ കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിന്റെ അടുത്തൊന്ന് കാര്യം പറഞ്ഞു. നമ്മുടെ മക്കളെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ കാര്യം പോലും അന്വേഷിക്കാതെ നമ്മളവരെ പോയി തല്ലും. ഇനി പഠിപ്പിക്കുന്ന അധ്യാപകരൊന്ന് വഴക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർ വടിയെടുത്തൊന്ന് തല്ലിയാൽ, സ്കൂളിൽ കയറി അവരെ നമ്മൾ ചീത്ത വിളിക്കും. ഇതൊക്കെ കണ്ടു വളരുന്ന നമ്മുടെ മക്കൾക്ക് ആരെയും പേടിയില്ല, ഒരു ബഹുമാനമില്ല. എടാ, കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നതല്ലോ പത്രത്തിലൂടെയും TV-യിലൂടെയൊക്കെ ഇതൊക്കെ വലിച്ചു കയറ്റി സ്വന്തം കുടുംബത്തിലുള്ളവരെ തല്ലിക്കൊല്ലുന്നു. ഇതൊന്നും നമ്മുടെ കുടുംബത്തിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്ന് നിന്റെ അടുത്ത് കാര്യം പറഞ്ഞത്. അല്ലാതെ ഇപ്പോഴത്തെ പിള്ളേർ പറഞ്ഞാൽ CCTV തന്തവൈബൊന്നുമല്ല. ഒരു തരത്തിൽ CCTV തന്തവൈബൊക്കെ വൈവക്കിൽ കുത്തിരിക്കുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും പിള്ളേർ വഴി തെറ്റി പോകാണ്ടിരിക്കുന്നത്.